ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സഫാരി മലയാളി ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ക്രിസ്മസ് ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ഇപ്പോൾ നമ്മൾ ന്യൂ ഇയറിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ന്യൂ ഇയർ ഏകദേശം ഇവിടെ ന്യൂ ഇയർ ഈവായിട്ട് 6 മണിയായി. ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഫുഡ് കഴിക്കുകയാണ്. ഇന്ന് ഞങ്ങൾക്കൊരു ആനിവേഴ്സറി കപ്പിൾ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലണ്ടനിൽ പോയി ലൈറ്റ്സ് കാണാൻ പോവുക. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങളെല്ലാവരും കൂടി അടിപൊളിയായിട്ട് നല്ലൊരു ബിരിയാണി ബീഫ് കറിയൊക്കെ കൂട്ടി കഴിച്ച് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ പോവാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. Christmas Day and New Year's Day bank holiday inclusive. Gracing. ആയിക്കോട്ടെ. ഇതാണ് ഞങ്ങളുടെ ആനിവേഴ്സറി കപ്പിൾ. ഹായ്. ഫുഡ് കഴിക്കാണ് ഞങ്ങൾ. വീഡിയോഗ്രാഫറിനും ഫുഡ് കഴിക്കാം കേട്ടോ. ചെല്ലിയല്ലേ ഒറിജിനൽ അല്ലേ? Yes. Thank you. ഇത് ഞാൻ അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ലണ്ടനിലേക്ക് പോവാണ്. അപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട്. ലണ്ടൻ നൈറ്റിൻ്റെ അന്ന് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് നോക്കി നിന്നാൽ നമുക്ക് ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 2 വർഷമായിട്ട് ചെയ്തു വരുന്നത് ലണ്ടൻ്റെ ആ ഒരു സൈറ്റ് അവിടെ പോണ ഫയർ വർക്സിൻ്റെ തൊട്ട് ഒരു 20-25 മിനിറ്റ് മാക്സിമം 25 മിനിറ്റിനുള്ളിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കാർ പാർക്ക് ചെയ്യുക. കാരണം ആഫ്റ്റർ 6 o'clock നമുക്ക് എക്സ്ട്രാ ഫീസ് ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഞങ്ങളതാണ് ചെയ്തത്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലണ്ടൻ ഞങ്ങൾക്ക് ഒരു ഏകദേശം 45 to 50 minutes ട്രാവലിംഗ് ഉണ്ട്. ഞങ്ങൾ അടിച്ച് പൊളിച്ച് പോവുകയാണ്. തണുപ്പുണ്ട്, പക്ഷെ കുഴപ്പമില്ല. നമ്മൾ ഹീറ്റിംഗ് ഒക്കെ ഇട്ടിട്ടാണ് പോണത്. പിന്നെ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് അതിൻ്റെ മെയിൻ ബ്ലൂ സോണിക്ക് പോകാനായിരുന്നു പ്ലാൻ. പക്ഷെ ടിക്കറ്റ് ഭാഗ്യവശാൽ കിട്ടിയില്ല. ടിക്കറ്റ് എനിക്ക് തോന്നുന്നു 2 മാസം മുമ്പാണ് അവർ ഞങ്ങൾ ബുക്ക് ചെയ്തത്. അന്ന് എന്നിട്ട് ആ സ്ലോട്ട് ഓപ്പൺ ചെയ്ത സമയം കൊണ്ട് തന്നെ അത് തീർന്നായിരുന്നു. ഒരുവിധം എല്ലാം സോൾഡ് ഔട്ട് ചെയ്തു. അപ്പോൾ കിട്ടിയവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് അങ്ങനെ ഞങ്ങൾ പോയേ. ഇപ്രാവശ്യം 20 pound പെർ ടിക്കറ്റിന്. എന്തായാലും ഞങ്ങളിപ്പോൾ ലണ്ടനിൽ എത്തി. ഞങ്ങൾ ലണ്ടൻ സിറ്റിയുടെ കയറി. ഇനി വണ്ടി വളരെ പതുക്കെ പോവുക, 20 പോകത്തുള്ളൂ. ഇതാണ് ഒരു പ്രശ്നം. ലണ്ടൻ പോകുമ്പോൾ
ചെറിയ കോൾഡ് ഉണ്ട്, 2-3 ദിവസമായിട്ട് പുറത്ത് തന്നെ നടത്താം, അതുകൊണ്ടാണ് ഒച്ച ഇങ്ങനെ ഇരിക്കണേ, ആരൊന്നും തോന്നില്ലേ. ലണ്ടൻ എപ്പോഴും ഫുൾ വൈബാണ് കേട്ടോ, നല്ല ലൈറ്റ്സും പിന്നെ ആൾക്കാരായാലും. ഇന്ന് പിന്നെ ന്യൂ ഇയർ ആയിരുന്നു പറയും വേണ്ട, നിറച്ച ആൾക്കാരായിരിക്കും. പക്ഷെ ഒരു നൈറ്റ് വൈബിന് ഒരു മോശം വന്നേക്കുന്നത് ഇന്നത്തെ മഴയാണ്. മഴ നമ്മളെ വെടിക്കെട്ടിൻ്റെ സമയത്ത് ചതിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊരു സോണിൻ്റെ ഉള്ളിൽ കാണുന്നത്. കഴിഞ്ഞ വർഷമൊക്കെ ഞങ്ങൾ സോൺ പുറത്ത് നിന്നാണ് കണ്ടത്, അത് അധികം കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയേ. ഹായ്, ഇത് കണ്ട ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ ഇവിടുത്തെ ബസ്സുകൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്ത് കുറേ അഡ്വർടൈസ്മെൻറ്റ്സ് അവർ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ രണ്ടാമത്തെ കാണുന്നത് ഇങ്ങനത്തെ, ഇൻസ്റ്റയിലും കുറച്ചിങ്ങനെ കണ്ടു. പിന്നെ ഇപ്പോഴും ക്രിസ്മസ് ലൈറ്റ്സ് ഒന്നും അവർ എടുത്ത് കളഞ്ഞിട്ടില്ല, എപ്പോഴും പല സ്ഥലത്ത് ക്രിസ്മസ് ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും പോണ വഴിയിലൊക്കെ. അതെ, മഴ വീണ്ടും തുടങ്ങി. എന്തേലും നോക്കാം, നമുക്ക് ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ കുഴപ്പമില്ലാതെ അവിടെ എത്താൻ പറ്റും. എന്തേലും നമുക്ക് എന്തേലും അടിച്ചു പൊളിക്കാം. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയപ്പോൾ വലിയൊരു ക്യൂ ആണ്. അപ്പോൾ ഈ ക്യൂവ് ഏകദേശം എനിക്ക് തോന്നുന്നു 1 കിലോമീറ്ററോളം കൂടുതൽ നിന്നിട്ടുണ്ട്. ഞങ്ങൾ 2 മണിക്കൂറോളം നിന്നു. പിന്നെയാണ് ഞങ്ങൾ അറിഞ്ഞ് ഗേറ്റിൻ്റെ അവിടുന്ന് ആൾക്കാർ ചുമ്മാ കയറുമായിരുന്നു ലൈനിൽ നിന്നല്ലാതെ. പക്ഷേ ഈ 2 മണിക്കൂർ കൂടെ നിന്നത് ശരിക്കും ഞങ്ങൾ നഷ്ടമായിട്ട് തോന്നി. പക്ഷേ ഇങ്ങനെ ഇടിച്ച് കയറുന്നതും നല്ലതല്ലാതെ എനിക്ക് തോന്നി. എന്തായാലും അടുത്ത വർഷം പോകണവർ ശ്രദ്ധിക്കുക, ക്യൂ ഉണ്ടാവും. പിന്നെ നിങ്ങളതിൻ്റെ എൻട്രൻസിൽ എങ്ങനെയാണ് അവർ കയറ്റി വിടണമെന്നും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളിവിടെ നിൽക്കും, ബാക്കിയുള്ളവർ കയറും. എന്തായാലും നമുക്ക് ഉള്ളിൽ കയറാം. അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ റെഡ് സോൺ 4 കുറച്ചധികം ഉന്തും തള്ളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ എത്തിയേ. ഞങ്ങൾ ആദ്യം ഒരു ക്യൂവിൽ നിന്നു. ക്യൂ കുറേ നേരം കഴിഞ്ഞപ്പോൾ മൂവ് ചെയ്യാനായപ്പോൾ ഞങ്ങൾ അതിൻ്റെ എൻട്രൻസിലേക്ക് പോയിട്ട് വന്നപ്പോഴാണ് അറിയണേ അവിടെ നിന്ന് എന്നിട്ട് ക്യൂവിൽ നിൽക്കാത്തവരൊക്കെ അവിടെ വന്ന് ചുമ്മാ വട്ടം കൂടി നിന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ആക്ച്വലി കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ തള്ളി കയറിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് അവർ ടിക്കറ്റ് സ്കാൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉള്ളിൽ കയറി വന്നപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇനിയിപ്പോൾ സ്കാൻ ചെയ്യാനും കയറി വരാൻ പറ്റുമെന്ന്. പക്ഷേ സ്കാൻ ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഹാൻഡ് ബാഗ്സും കോട്ട് കൂരി അവർ ചെക്ക് ചെയ്യുന്നുണ്ട് സെക്യൂരിറ്റി ചെക്സിന്. അപ്പം ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സോൺ ഞങ്ങൾക്ക് റെഡ് സോൺ 4 ആണ് ലണ്ടനായിട്ട് സൈഡിലേക്ക് കിട്ടിയേക്കണേ. ഇനിയിപ്പോൾ 12 മണി വരെ വെയിറ്റ് ചെയ്യണം. 2 മണിക്കൂർ കൂടുതൽ. ഞങ്ങള് നല്ല തിളങ്ങണ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് നല്ല തണുപ്പാ, പക്ഷെ കുഴപ്പമില്ല. എല്ലാവരും എനിക്ക് തോന്നുന്നു നേരത്തേത്തൊന്നും വന്ന് കുത്തിയിരുന്നിട്ട് എല്ലാവർക്കും വയ്യാണ്ടായിട്ട് എല്ലാവരും നിലത്ത് കുത്തിരിക്കുക. അവർ ഈ തേംസ് റിവറിൻ്റെ അവിടെ ബാരിക്കേഡ് കെട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ പുഷ് കാരണം ആരും വീഴാതിരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ കുറേ കടകളുണ്ട്. ഈ തണുപ്പത്ത് നല്ല ചൂടോടെ എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. ഞാൻ ഇത്രയും നേരം ക്യൂ നിന്നപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്, എന്തോന്നും ഇതാണെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ പുള്ളി കയറി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം. വാവ്, കുറെ പൈസ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ സ്റ്റോൾ ഇട്ടാൽ മതി ഇങ്ങനത്തെ ദിവസങ്ങളിൽ. ഇത്രയും നടന്നു വരാൻ പറ്റും ഞാൻ വിചാരിച്ചില്ല കേട്ടാ.
നമുക്ക് സൈഡിൽ കാണാം. കഴിഞ്ഞ ഇത് മാത്രമാണ് ഞങ്ങൾ കണ്ട കഴിഞ്ഞത്. വെറുതെ പോയി. ആരാ പൊട്ടിച്ച എങ്ങനെയാ പൊട്ടിച്ച ഒന്നും അറിയില്ല. ആരാ പൊട്ടിച്ച നമുക്ക് അറിയാൻ പറ്റില്ല. പൊട്ടിച്ചു കഴിഞ്ഞോന്ന് പറഞ്ഞോ പോയി.
അങ്ങനെ ഞങ്ങൾ വെടിക്കെട്ടൊക്കെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് ഞങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾ ആ ഒരു റഷ് വരുന്നതിന് മുമ്പ് നടന്ന് അവിടെ എത്താമെന്നുള്ളൊരു പ്ലാനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഫുഡിന് ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാണാം ക്രൗഡ് ഉണ്ട്, പക്ഷെ കൺട്രോൾഡ് ആണ്. ഞങ്ങൾ നേരത്തെ വന്നപ്പോൾ പോലത്തെ ക്രൗഡ് ആയിരുന്നില്ല. എന്തായാലും ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പലരും എന്നിട്ട് പബ്ബിക്ക് പോണവരുണ്ട്, പാർട്ടിക്ക് പോണ ഡയറക്ഷൻ ഉണ്ട്. ഞങ്ങളിപ്പോൾ എന്തായാലും വീട്ടിൽ പോവാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വെരി വെരി ഹാപ്പി ന്യൂ ഇയർ 2024. അടിപൊളിയായിരിക്കട്ടെ എല്ലാവർക്കും. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.